മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ മുണ്ടെടുക്കുന്നു, അതിന് മുകളിലൊരു ബെൽറ്റ് കെട്ടുന്നു, അതിലെപ്പോഴും ഒരു കത്തി കൊണ്ട് നടക്കുന്നു, മലപ്പുറം കത്തി എന്നുള്ള കത്തി. ആ കത്തി ഉറയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ചോര കാണാതെ അകത്ത് വെക്കാറില്ല. മലപ്പുറത്തെ എല്ലാ അതിർത്തിയിലും ബസ്സൊക്കെ തടഞ്ഞു നിൽക്കും, വാഹനങ്ങൾ. എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇറക്കും. എന്നിട്ട് അവരൊക്കെ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് ID കാർഡൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ അഴിച്ച് ടെസ്റ്റ് ചെയ്യും. മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് എൻ്റെ കുട്ടിക്കാലം. ഞാൻ എൻ്റെ വീടിനപ്പുറത്തുള്ള ആമിനാത്ത ഉണ്ടാക്കി തന്ന മറ്റേ പത്തിരിയും ബീഫും ഒക്കെ കഴിച്ചതും കൂടിയാണ് നമ്മുടെ തടി. അതല്ലാതെ എനിക്കൊരൊറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചതിൻ്റെ ഒരു തടിയും കൊണ്ടല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. ഇതിനൊക്കെ അപ്പുറം മനുഷ്യർ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവും. ആ ഓരോ വിശ്വാസങ്ങളെയും പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും എങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് നമുക്ക് അറിയാമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അറിയാമായിരുന്നു. ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതൊരു പ്രസംഗമൂല്യമായിരുന്നില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ആമിനാത്ത ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രസംഗം കേൾക്കാൻ വയൽ കേൾക്കാൻ പോയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പൊതുവേദികളിലോ ഈ പറഞ്ഞ മതേതരത്വത്തിന്റെ പ്രസംഗവേദികളിലോ ഒന്നും ആമിനാത്ത പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആമിനാത്തയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ മതേതരവാദി. അവര് കൂടി പകർന്നതെന്നാണ് നമ്മുടെ മതേതരത്വത്തിന്റെ ബോധം എന്ന് പറയുന്നത്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ ജോലി വർഷങ്ങളോളം നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കേരളത്തിൽ നിന്നാണല്ലേ, ഓക്കെ, നിങ്ങൾ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നോട് ഒരാൾ ഒരു ദിവസം ചോദിച്ചു. ഞാനത് നിങ്ങളുടെ ഈ പല വേദികളിലും പറയാറുണ്ട്. സമയം വൈകിയിരിക്കുന്നു, ഞാൻ 5 മിനിറ്റിനകത്ത് അവസാനിപ്പിക്കാൻ കേട്ടോ. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, മലപ്പുറം എന്നൊരു ജില്ല കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്നാണെങ്കിലും എന്താണ് ഇപ്പം പറയണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇല്ല പറയ്, എന്താണ് മലപ്പുറം? പറഞ്ഞു, മലപ്പുറം എന്നുള്ള ജില്ല വലിയ തോതിൽ മുസ്ലിം മതഭ്രാന്തർ ജീവിക്കുന്നൊരു നാടാണ്. മലപ്പുറത്തെ എല്ലാ അതിർത്തിയിലും ബസ്സൊക്കെ തടഞ്ഞു നിൽക്കും, വാഹനങ്ങൾ. എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇറക്കും. എന്നിട്ട് അവരൊക്കെ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് ID കാർഡൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ അഴിച്ച് ടെസ്റ്റ് ചെയ്യും. മലപ്പുറത്തെ അതിർത്തികളിൽ മുഴുവൻ എല്ലാ ആളുകളെയും. എന്നിട്ടാണ് മലപ്പുറത്തേക്ക് ആളുകളെ കയറ്റുന്നത്. മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ മുണ്ടെടുക്കുന്നു, അതിന് മുകളിലൊരു ബെൽറ്റ് കെട്ടുന്നു, അതിലെപ്പോഴും ഒരു കത്തി കൊണ്ട് നടക്കുന്നു, മലപ്പുറം കത്തി എന്നുള്ള കത്തി. ആ കത്തി ഉറയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ചോര കാണാതെ അകത്ത് വെക്കാറില്ല. ഇങ്ങനെയാണ് മലപ്പുറത്ത് എല്ലാ മുസ്ലിങ്ങളും ജീവിക്കുന്നത്. ഇത് നമ്മളോടാണ് പറയുന്നത്, പെരിന്തൽമണ്ണ ജനിച്ചു വളർന്ന എന്നോട്. മലപ്പുറത്തെ മിക്കവാറും എല്ലാ അതിർത്തിയും എനിക്കറിയാം. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. കരിക്കല്ലത്താണിയോ ഗ്രാമന്തോളോ എവിടെങ്കിലും ആരെങ്കിലും ഈ പോലീസുകാർ വന്നിട്ട് ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണതല്ലാതെ വേറൊരു ചെക്കിങ് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ ഒന്നടങ്കമുള്ള ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മതേതരവും സാഹോദര്യപൂർണവുമായ ജീവിതങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് മലപ്പുറം. ഇതാണ് നമ്മുടെ ജീവിത പാഠം. ഈ ജീവിത പാഠം ഞാൻ ആ സുഹൃത്തിനെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ എന്നോട് പറഞ്ഞ ആ ഒരാളല്ല പ്രശ്നം, നമ്മളത് മനസ്സിലാക്കണം. ആ ഒരാളിൽ ആ ബോധ്യം ഉണ്ടാക്കി തീർക്കുന്ന ഒരു സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. ആ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വ്യക്തിപരമായി കുറ്റക്കാരനല്ല. അയാൾ ജീവിതത്തിൽ മലപ്പുറം കണ്ടിട്ടില്ല. അയാളുടെ മനസ്സിലൊരു മലപ്പുറമുണ്ട്, ഒരു ഭാവന മലപ്പുറം. അതിന് നമ്മൾ ജീവിച്ച മലപ്പുറമായിട്ട് യാതൊരു ബന്ധമില്ല. അത് അയാളുടെ മനസ്സിലെ മലപ്പുറമാണ്. ആ മലപ്പുറം അങ്ങനെയൊക്കെയാണ്. അതിൽ മലപ്പുറം കത്തിയൊക്കെ ഉണ്ട്. ഞാൻ മലപ്പുറത്ത് ജനിച്ചോളൂ, ഇന്നേ വരെ മലപ്പുറം കത്തി എന്ന് പറയുന്ന കത്തി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കത്തി ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല, ചിലപ്പോൾ പ്രാദേശികമായിട്ട്. അങ്ങനെ ഒരു കത്തി ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്തോ ആയിക്കോട്ടെ. ഇത്തരം കുറെ ഭാവന കഥകളുടെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ ചരിത്രത്തെ നിർമ്മിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കലയുടെ മൂല്യബോധം ഈ ഭാവനയുടെ ഒരു മഹാലോകത്തെ തുറക്കുന്നുണ്ട്. ആ ഭാവനയുടെ മഹാലോകത്തെ മൂല്യത്തോട് അടുപ്പിക്കലാണ് പ്രിയപ്പെട്ടവരെ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. അത് കലാകാരന്മാർക്ക് മാത്രം കഴിയുന്നതല്ല, സാഹിത്യകാരന്മാർക്ക് മാത്രം കഴിയുന്നതല്ല. മതപഠനത്തിലൂടെ, മൂല്യപഠനത്തിലൂടെ, ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ മൂല്യബോധത്തിൻ്റെ ഏറ്റവും അകത്ത് നിൽക്കുന്ന അകത്ത നാരുവേര് പടലത്തെ ചെന്ന് തൊടുന്നവരാണ് പ്രിയ സഹോദരന്മാരെ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യബോധത്തിന് ഈ സമൂഹത്തോട് പലതും ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരിൽ മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിക്കും നിങ്ങൾക്ക് ചിലത് ചെയ്തു തരാനുണ്ട് എന്നാണ് എൻ്റെ ഒരു കരുതൽ. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. സച്ചിദാനന്ദൻ മാഷ് പ്രവാചകനും ഉറുമ്പും എന്ന കവിതയിൽ പറയുന്നുണ്ടല്ലോ,
മാഷിൻ്റെ ഒരു പ്രസിദ്ധമായ കവിത ഉണ്ട്, അത് പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്താം. മാഷ് എഴുതിയൊരു കവിതയാണ്, സച്ചിദാനന്ദ മാഷിൻ്റെ ആ കവിതയിൽ ഒരു ഉറുമ്പ്, ഒരു അനാഥനായ ഉറുമ്പ്, അലഞ്ഞു നടക്കുന്ന ഒരു ഉറുമ്പ് ഹിറാ ഗുഹ